ഇന്നത്തെ ഈ യാത്ര ഞങ്ങൾ പോകുന്നത് മസനഗുഡി വഴി ഊട്ടിയിലേക്കല്ല, വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിലെ വെങ്ങാട് മുതൽ പാലച്ചോട് വരെയുള്ള ഒരു യാത്രയാണ് ഇന്ന് ഇവിടെ സ്റ്റാർട്ടാകുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, വല്ലാത്തൊരു അനുഭവമാണ് ഈ യാത്ര. പ്രിയമുള്ള ഈ യാത്രയിൽ ഞങ്ങളെ കൂടെ കൂടുന്നവർ കൂടിക്കോളി. ഒറ്റ ഡയലോഗേ പറയാനുള്ളൂ, എന്താണ് അവസ്ഥ, എന്താണ് ഈ റോഡിൻ്റെ ശോചനീയ അവസ്ഥ. ഒന്നും ഉണ്ടായിട്ട് പറയില്ല മക്കളെ. എത്രങ്ങാനും ആൾക്കാർ ഇതിലൂടെ പോകുന്നുണ്ട്, എത്രങ്ങാനും വ്യക്തികൾ, എത്രങ്ങാനും കാര്യപ്പെട്ട ആൾക്കാർ ഇതിൽ പോകുന്നുണ്ട്. എന്തെല്ലാം കഴിഞ്ഞു ഈ റോട്ടിൽ, എന്തെല്ലാം ചെയ്തു ഈ റോട്ടിൽ. ഇതുവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ഒരു റൂട്ടിൽ? പാലച്ചോട് മുതൽ ഏകദേശം പുത്തനങ്ങാടി പള്ളിപ്പടി വരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, ഒരു മാസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞ ശേഷം അതും നിർത്തി. സെക്കൻഡ് കോട്ടിന് ഫണ്ടില്ല, ബാക്കി വന്നിട്ട് വേണം. എന്തെല്ലാമാണ് മക്കളെ. ഇത്ര പോരല്ല വിഡ്ഢികളായ ജനങ്ങൾ, വിഡ്ഢികളായ യാത്രക്കാർ ഈ നാട്ടിൽ. എത്രകാലം ലക്ഷക്കണക്കിന് ആൾക്കാരെ വോട്ടുണ്ട് ഈ നാട്ടിൽ. നമ്മളൊക്കെ വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കണം. ഞാൻ അഭിപ്രായക്കാരനാണ്. ഈ നാട്ടിലുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ ഇറങ്ങരുത്. എന്താണ് ആ വോട്ട് ഇലക്ഷൻ വരുമ്പോഴുള്ള അവസ്ഥ? ഇലക്ഷൻ വരുമ്പോൾ എന്തെല്ലാം ചെയ്യും, എന്തെല്ലാമാണ് നമ്മളൊക്കെ ഓടിപ്പാഞ്ഞ് വോട്ട് പിടിക്കുക. ഏതെങ്കിലും ആളുകൾ വോട്ടിന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ പോയി ഓന് ആടിനോക്കിനോടന്ന് പോയിട്ടൊക്കെ വോട്ട് ചെയ്യാൻ കൂടുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഈ നാട്ടിലുള്ള ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ജനങ്ങൾ ഏകദേശം 25 മിനിറ്റോളമാണ് വങ്ങാട് മുതൽ ഈ പാലച്ചോട് വരെ ഒരു കാറിലായിട്ടുള്ള ഞങ്ങൾക്ക് എടുത്തത്, എവിടെ സ്റ്റോപ്പ് ചെയ്യാതെ. എത്രക്കാനും ബസ്സുകൾ സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ ഓടുന്നുണ്ട്, എത്രക്കാനും ഓട്ടോക്കാർ ഓടുന്നുണ്ട്, മറ്റുള്ള ടാക്സികൾ ഓടുന്നുണ്ട്. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന എത്രയോ കാറുകൾ ഈ റൂട്ടിലൂടെ ഓടുന്നുണ്ട്. വങ്ങാട് മുതൽ ഇപ്പോഴും ചാടി മറിഞ്ഞ് ചങ്ങായി ഉത്സവം പോലെ ഉണ്ടെങ്കിൽ, കുറച്ചെങ്കിലും അന്തണ്ടെങ്കിൽ, കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ, ചെയ്ത വോട്ടിന് അല്ലെങ്കിൽ ഈ ജനങ്ങളോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്ത വോട്ടിന് എന്തൊരു സ്നേഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. ഒരു MLA എന്നുള്ള നിലക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആരെയും വിമർശിക്കണില്ല. എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. പൊട്ടന്മാരായ ജനങ്ങളാണ് പൊട്ടന്മാർ. ഞാൻ ആ അഭിപ്രായം ഇന്നും യോജിക്കുന്നു. പൊട്ടന്മാർ ജനങ്ങൾ മാത്രമാണ്. ഈ യാത്ര ചെയ്യുന്ന ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ വിഡ്ഢികളാണെന്ന് നമ്മൾ പറയുള്ളൂ. റോട്ടിലേക്ക് ഇറങ്ങണം. അല്ലെങ്കിൽ ഇത് നടന്ന് സമരം ചെയ്യാനുണ്ടോ? ഞാൻ റെഡിയാണ്. എൻ്റെ കൂടെ ഉള്ള കുറച്ച് ആളുകളും റെഡിയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ, ഈ വാട്സപ്പിൽ, ഈ പിന്നെ യൂട്യൂബിൽ അതിന് കമൻറ്റ് ചെയ്യും. റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡേറ്റ് കണ്ടെത്താം. നടന്ന് യാത്ര ചെയ്യാം, നമുക്ക് നടന്ന് സമരം ചെയ്യാം. ഒന്നും ഉണ്ടായിട്ട് പറയില്ല. ഞാൻ ഒന്നിനും ആഹ്വാനം ചെയ്യുമെന്നല്ല. നമ്മൾ സാധാരണ പാവപ്പെട്ട മനുഷ്യനാണ്. നമുക്ക് സാധാരണഗതിയിൽ കുറച്ച് വീഡിയോ ചെയ്യണം. ഒരു കലാകാരൻ എന്നുള്ള നിലക്ക് നമ്മൾ നേതൃത്വം നൽകാം. ഞാൻ ആരും നേതൃത്വം നൽകാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ആരും നേതൃത്വം നൽകാൻ ഉണ്ടെങ്കിൽ ഞാൻ കൂടെ പോരാ. ഞാൻ അതിന് തയ്യാറാണ്. ഞങ്ങളുടെ ടീം തന്നെ തയ്യാറാണ്. എന്താണ് അവസ്ഥ? ഞാൻ ഒരുപാട് ആളുകളായി, എൻ്റെ കൂട്ടുകാരന്മാർ ഒരുപാട് ആളുകൾ, പല നാട്ടിലുള്ള ആളുകളും ചിലപ്പം പറയും, എന്താണ് ഈ വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡ് എന്താവണു? ഒരു കുന്തം ആയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ല. കുറച്ച് കോറി വേസ്റ്റ് ഇട്ടുകാണ്ട് ഒരു റോളർ ഉന്തിക്കാണ്ട് അങ്ങനെ പോയി എന്നല്ല, അതും നടന്നിട്ടില്ല. പിന്നെ ഇതപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 12 തവണ ചോദിച്ചു, ഇപ്പോഴും ടോക്കനാണെന്ന് അറിയാത്ര. പണ്ടൊരു ദിവസം, കുറച്ച് ദിവസം മുമ്പ് പെരിന്തൽമണ്ണ എന്തോ ഒരു മന്ത്രി വന്നപ്പോൾ കൊളത്തൂരിൽ നിന്ന് തിരിച്ചു വിട്ട് പടപ്പറമ്പ് പോയി തരാം. പറ്റൂല, ഇതിൽ കൂടെ പോകണം. ഈ റൂട്ടിലൂടെ തന്നെ ഓടിക്കേണ്ടിയിരുന്നു അവരൊക്കെ. അവർക്ക് കുണ്ടും കുഞ്ഞും ചാടി പുളിക്കോ? പോകണം, അതിലൂടെ തന്നെ പോകണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ പിന്നെയും പറയാണ്, നമ്മളാണ് തെറ്റുകാർ, നമ്മൾ നാട്ടുകാരാണ് തെറ്റുകാർ, വേറെ ആരും തെറ്റുകാരല്ല. എനിക്ക് യൂട്യൂബിൽ റീച്ച് ഇട്ടാനും കാര്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കലാകാരൻ, ഒരു കലയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ യൂട്യൂബിൽ റീച്ച് കിട്ടിയാൽ മതി നിർബന്ധമൊന്നുമില്ല. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഈ ഒരു റൂട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം. എന്നോട് കുറേ ആൾക്കാരായി പറഞ്ഞു, കുറച്ച് ആളുകൾ എന്നോട് പറഞ്ഞു, ഈ റൂട്ട് ഒന്നും കൂടെ വീഡിയോ ചെയ്യുന്നുള്ളത്. അതിന് ഒരുമ്പട്ടിറങ്ങിയാണ് ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കളും കൂടിയിട്ട് ഈ റൂട്ട് ഫുള്ള് ഒരു പോസ്റ്റിങ്ങും ഇല്ലാതെ, ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ, ഈ വോയിസ് ഓവർ മാത്രമേ എഡിറ്റിങ്ങുള്ളൂ, ബാക്കിയുള്ള ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ വെങ്ങാട് മുതൽ പാലച്ചോട് വരെ ഇങ്ങോട്ട് ഞാൻ യാത്ര ചെയ്യാണ്. ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യാണ്. എത്ര സമയമെടുത്തു? ഏകദേശം 25 മിനിറ്റോളം സമയമെടുത്തിട്ടുണ്ട്. എന്താണ് പറയാൻ? കുറച്ചെങ്കിലും മാനവസാനം, നമ്മളെ പറഞ്ഞമാതിരി കുറച്ചെങ്കിലും ബുദ്ധിയും വിവരം നമ്മളെ ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ രംഗത്തിറങ്ങണം. ഈ റൂട്ട് എന്താത്? എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു, നിങ്ങളെ നാട്ടിൽ പൊട്ടന്മാരാണെന്ന് ചോദിച്ചു. നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്. ഇറങ്ങാൻ തയ്യാറുണ്ടോ? റോട്ടിലേക്ക് ഇറങ്ങി സമരം ചെയ്യാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇറങ്ങി.
ഒരു പാർട്ടി വേണ്ട, ഒരു ജാതി വേണ്ട, ഒരു മതം വേണ്ട, യാതൊരു പ്രശ്നമില്ലാതെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഇതൊക്കെ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്താ ഈ റോഡിന് മാത്രം ഒരു അവഗണന? ഈ റോഡിന് മാത്രം ഇപ്പോഴത്തെ പെരിന്തൽമണ്ണെന്ന് പിന്നെ പുലാമന്തോൾക്ക് പോകുന്ന റോഡും ഏകദേശം ഇതേപോലെ തന്നെയാണെന്ന് പറഞ്ഞു. എന്താണ് അവഗണന? ആരാണ്? ഏത് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, മറ്റുള്ള വേർഡൊന്നും ഉപയോഗിക്കാത്തത്. ഞാൻ അതാണ്. ആരാണ് ഇതിൻ്റെ ഇടങ്കോലിട്ടിരിക്കുന്നത്? ആരാണെങ്കിലും ഈ ആദ്യ ടീമുകൾ ഈ നാട്ടിൽ ഘടിപ്പിച്ചാൻ പാടില്ല. എന്താണ് സത്യാവസ്ഥ? ആരാണെങ്കിലും എന്താണെങ്കിലും സത്യമായിട്ട് കൊണ്ടുവരണം. അതാണ് എനിക്ക് പറയാനുള്ളത്, ഒറ്റടിക്ക് പറയാനുള്ളത്. ഈ നാടിൻ്റെ അവസ്ഥ എന്താ? അപ്പം ഇല്ലിക്കോട് ഞാൻ സ്ഥലങ്ങളൊന്നും പറഞ്ഞില്ല, ഇപ്പം ലൈവായിട്ട് പറഞ്ഞു പോരല്ല, അതുകൊണ്ട് സ്ഥലങ്ങൾ പറയണില്ല. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാമെന്നുള്ള ഉദ്ദേശത്തിലുള്ളൂ. എനിക്കും എൻ്റെ കൂട്ടുകാരന്മാരും കുറേ ആൾക്കാർ നമ്മളെ പിന്നിലുണ്ട്. ഇവരോട് പറഞ്ഞ ഒറ്റ ഇന്നാൾ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് സമരം നടത്താം. വെങ്ങാട് മുതൽ ഇതുവരെ നമുക്ക് നടന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യാം. അതോടൊപ്പം തന്നെ നടന്നിട്ട് ഒരു പിന്നെ ആളുകളൊന്ന് അറിയിക്കുക. കുറേ പുറത്തുള്ള ആളുകളില്ലേ, അവരൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് കരുതിയാണ്ട് ഇപ്പം ഞാൻ സ്ലോവിൽ പോവല്ല. ഈ വണ്ടി എൻ്റെ മുന്നിൽ ഏകദേശം വെങ്ങാടിൻ്റെ മുന്നേ എൻ്റെ മുന്നിൽ വന്ന് ചാടിയ വണ്ടിയാണ്. ആ വണ്ടി അതേ സ്പീഡിന് പോകുന്നത്. പറയുമ്പോൾ എൻ്റെത് മാരുതിയാണ്. അത് കുറച്ചും കൂടെ ഒക്കെ വില കൂടിയ വണ്ടിയാണ്, കുറച്ച് വലിയ വണ്ടിയാണ്, സൗകര്യമുള്ള വണ്ടി. അതുപോലും അങ്ങനെ പോണത്. ഞാനിപ്പോൾ ഈ വീഡിയോ കാരണം പതുക്കെ പോവല്ല, അങ്ങനെ ചിന്തിക്കരുത്. 25 മിനിറ്റാണ് എനിക്ക് അത്രയും പിന്നെ കുറഞ്ഞ കിലോമീറ്ററിന് വന്നത്. സ്ഥിരമായിട്ട് ഓടുന്ന ബസ്സുകളിൽ എത്ര ടാക്സ് ഗവൺമെൻറ്റിലേക്ക് ഈ റൂട്ടിൽ നിന്ന് മാത്രം കിട്ടുന്നുണ്ട്? അത് കൂട്ടിയാൽ മതി. ബസ്സുകാരൊക്കെ എത്ര ടാക്സ് കൊടുക്കുന്നത്? അത്രയും ടാക്സ് കൊടുത്തിട്ടാണ് ബസ്സുകാരൊക്കെ കൃത്യമായിട്ട് ഈ ടാക്സും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇതായിങ്ങാണ്ട് ഓടുന്നത്. അതൊക്കെ എത്ര ഉറുപ്പിയുടെ പരിപാടിൻ്റെ ചങ്ങായിമാരെ. എന്തെങ്കിലും കാട്ടിങ്ങാണ്ട് ഒരു ഫസ്റ്റ് കോട്ട് ഇട്ടാൽ മതി, നിങ്ങൾ സെക്കൻഡ് കോട്ട് പിന്നെ നിങ്ങൾ ആകത്തിന് ഇട്ടാൽ മതി. ഇപ്പം പാലച്ചോട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി മഴ ഇത് എന്താവുക എന്നുള്ളത് ഉള്ളാവുമല്ലോ, അത് പോട്ടെ, അതല്ല വിഷയം. എന്താണിത്? കുറച്ചെങ്കിലും ഞാൻ പിന്നെയും പറയാണ്, കുറച്ചെങ്കിലും ചെയ്ത വോട്ടിനും ചെയ്യാനുള്ള വോട്ടിനും ഇനി ഇവിടെ നാട്ടിൽ എത്രങ്ങാനും ആൾക്കാർ ഈ നാട്ടിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ജീവൻ കളഞ്ഞ് നടക്കുന്നുണ്ട്. വോട്ട് ചെയ്യാൻ പോകരുത്. ഞാൻ അഭിപ്രായക്കാരൻ, വോട്ട് ചെയ്യാൻ പോകരുത്. ഞങ്ങളെ നാട്ടിൽ നിന്ന് വോട്ടില്ല, ഈ റോഡ് നേരാക്കാതെ വോട്ട് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞെങ്ങാണ്ട് നിങ്ങൾ റോട്ടിൽ ഇറങ്ങാൻ തയ്യാറുണ്ടോ? വേണ്ട. ഫേസ്ബുക്കിൽ കുറിക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങളില്ല. കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ വോട്ട് ഈ ഭാഗത്ത് ഈ പ്രദേശത്ത് നിന്ന് വോട്ട് ഞങ്ങൾ ചെയ്യൂല എന്ന് പറയാനുള്ള ഗഡ്സ് വേണം. അതിനുള്ള ചങ്കൂറ്റം വേണം. അത് പറയണം, വോട്ട് ഞങ്ങൾ ചെയ്യൂല, ഞങ്ങൾ ഈ റോഡ് നേരാക്കാതെ വോട്ട് ചെയ്യൂല എന്ന് പറയാനുള്ള ഇത് വേണം. അതിനുള്ള പവർ വേണം. ചങ്ങായിമാരെ, അവനാൻ്റെ നാവ് അവനാനുള്ളതാണ്, അവനാൻ്റെ കാര്യങ്ങൾക്കുള്ളതാണ്. എത്രയോ വണ്ടികൾ ഇത് ഡെയിലി എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, ഓട്ടോ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പോൾ ഇവിടെ വെങ്ങാട് മുതൽ എത്ര ഓട്ടോ പാർക്കുണ്ട് ഈ പാലച്ചോട് വരെ. ഈ ഓട്ടോ പാർക്കിലൊക്കെ അന്വേഷിച്ച് നമുക്ക് സംസാരിക്കാം, ഓരോരുത്തരോടും സംസാരിക്കാം എന്താണ് നാടിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഈ നാട് എങ്ങോട്ടാണ് പോണത്? ഈ നാട്ടുകാരായിട്ട് കളിപ്പിക്കുക, പൊട്ടം കളിപ്പിക്കുക എന്ന് പറയാം. ഈ നാട്ടുകാരായിട്ട് പൊട്ടം കളിപ്പിക്കുന്ന പരിപാടിയാണ് ഈ പിന്നെ ടീം ചെയ്യണത്. അത് ആരായിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, മറ്റുള്ളവരൊക്കെ മറിച്ചവരൊക്കെ, ഇതൊന്നും നമുക്ക് പറയാം. ആരാണോ ചെയ്യേണ്ടത്, ആരാണോ ഈ റോഡ് നേരാക്കി തരേണ്ടത്, ആരാണോ ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ചെയ്ത് തരണം. വെറുതെ അല്ലല്ലോ, ഇതൊന്നും വെറുതെ നടക്കുന്ന കേസല്ല. ആകെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടത് വെള്ളം, വായു, വെളിച്ചം, അതേപോലെ തന്നെ യാത്രാ സൗകര്യമാണ്. ഇതൊന്നും ഇല്ലാതെ എന്തിന് ചങ്ങായിമാരെ ഒരു കുറച്ച് പൊടിക്ക് അന്തണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ജയിച്ചു പോകണ്ട, അങ്ങനെ ജയിച്ചു പോകും വേണ്ട, ആരും ഒന്നിനും വേണ്ട. പിന്നെ ഖജനാവിന് പൈസ ഇല്ല, ഫണ്ടിൽ പൈസ ഇല്ല, അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വേറെ കുറേ പറയാനുണ്ട്. അത് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ കുറേ വിമർശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ വിമർശിക്കുന്നത്. ആരാണോ ചെയ്തു തരേണ്ടത്, ആരാണോ ഇത് പിന്നെ കൃത്യമായിട്ട് ഇത് നടത്തിപ്പിക്കേണ്ടത് വെച്ചാൽ അവർ എത്രയും വേഗം രംഗത്തിറങ്ങാണ്ട് നിങ്ങളെ പിന്നിൽ ഞങ്ങളുണ്ടാവും, നാട്ടുകാരുണ്ടാവും എന്നുള്ളത് ഒന്നെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യ്, അല്ലെങ്കിൽ നിങ്ങൾ ലൈവായിട്ട് പറയും, അല്ലെങ്കിൽ ഒരു പരിപാടി വെച്ച് പറയും, ഞങ്ങളിറങ്ങാം, അല്ലെങ്കിൽ ഞങ്ങളുണ്ടാവും. നിങ്ങൾ അങ്ങനെ ഒരു സമരം നടത്തി കഴിഞ്ഞാൽ ഞങ്ങളുണ്ടാവും എന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണം ചങ്ങായിമാരെ. ഒന്നും ഉണ്ടായിട്ട് വല്ല സുഹൃത്ത് ഇന്നോടടക്കം ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ ഈ നാട്ടുകാരനാണ്, ഞാനും ഇതിൽ കൂടെ 2 വണ്ടി എൻ്റെ അടുത്തുണ്ട്, ഞാനും ഇതിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ആളാണ്, ഞാൻ ലൈൻ ബസ് പോകുന്ന ആളാണ്, ഞാനും ഓട്ടോയിൽ പോകുന്ന ആളാണ്, ഞാനിത് എല്ലാ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇക്ക് പറയാനുള്ളത്, ബസ്സുകാർ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജലീല ഒന്ന് രംഗത്തിറങ്ങ്, എങ്കിലും ഒരു വീഡിയോ ചെയ്തുകൊണ്ട് കുറച്ച് ഞാൻ അതിന് മുമ്പ് കുറേ വീഡിയോ ചെയ്തതാണ്, 4-5 പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ റൂട്ടിനെ കുറിച്ചിട്ട്. ഈ വീഡിയോ ഒന്നും ചെയ്തപ്പോഴൊന്നും ഞാൻ അത്ര പിന്നെ ഇതോടുകൂടി സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതൊന്നും 10 ആളെ അറിയണം. ഇത് സ്ഥിരമായിട്ട് പോണ ആൾക്കാർക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാരാണോ ചെയ്യേണ്ടത്, ആരാണോ ചെയ്യിപ്പിക്കേണ്ടത് വെച്ചാൽ ഒരു കൃത്യമായിട്ട് ഇത് ചെയ്ത് തരണം.
അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ പുറകെ പോവന്നെ വേണം. കാരണം എന്താ വെച്ചാലേ എത്ര ഉൾപ്പെടെ നാശനഷ്ടമാണെന്ന് അറിയാം. ഇപ്പം എൻ്റെ സുഹൃത്ത് 1-2 സുഹൃത്തുക്കൾ, ഓട്ടോ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പെരിന്തൽമണ്ണക്ക് ട്രിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ബുദ്ധിമുട്ടില്ല. ഇതാ ഇപ്പം നമ്മൾ കുളമ്പ് കൂടെ ഇങ്ങനെ പുഴക്കാട്ട് വഴിയും അതേപോലെ പാലച്ചോട് നിന്ന് ഇങ്ങനെ എരുമത്തടം വഴിയൊക്കെ കയറി പോവാ ചില വണ്ടിക്കാർ. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കൂടിയാലും വേണ്ടില്ല, അങ്ങനെ പോവാ ലാഭം എന്നുള്ളത്. പെരിന്തൽമണ്ണക്ക് ട്രിപ്പ് കിട്ടുക പറഞ്ഞാൽ ഇപ്പം നാളിൻ്റെ ഒരു സുഹൃത്തുണ്ട് പെരിന്തൽമണ്ണക്ക് ഓട്ടോ ഓടിച്ചു വന്ന് കിടക്കുകയാണ് കേട്ടോ, അത്രയും ക്ഷീണിച്ചു പറഞ്ഞിട്ട്. ഇപ്പം നമ്മളിത് സ്ഥിരമായിട്ട് പോകുന്ന ബസ്സുകാരില്ലേ, സ്ഥിരമായിട്ട് പോകുന്ന ടാക്സിക്കാറുകളില്ലേ, സ്ഥിരമായിട്ട് പോകുന്ന ഒരുപാട് പ്രൈവറ്റ് കാറുകളുണ്ട്, ഓട്ടോക്കാരുണ്ട്, ബൈക്കുകാരുണ്ട്. ബൈക്കേറ്റ് പോകാനടക്കം പറ്റില്ല, ഒരു ബൈക്ക് കൊണ്ട് പോകാനടക്കം നമ്മൾ ഈ റൂട്ട് അനുവദിക്കില്ല. അത്രയും കഷ്ടത്തിലാണ് ഈ ഒരു നാട് പോണത്, ഈ നാട്ടുകാർ പോണത്. ഇപ്പം അത് അമ്പലപ്പടിയൊക്കെ ഫുള്ള് കുണ്ടും കുഴിയാ. വെങ്ങാട് കുണ്ടും കുഴിയും മറ്റേ ഇല്ലിക്കോട് അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് കുണ്ടും കുഴിയാ. ഫുള്ള് ചാടി മറിഞ്ഞ്. ചെറിയ കാറൊക്കെ ആണെങ്കിൽ നമ്മളെ മേലെ കൂടി വേറെ ബസ് പോവും, അത്രയും കുണ്ടാണ്. ചെറിയ ആട് അമർന്നു കഴിഞ്ഞാൽ അത്രയും കണ്ടീഷനിലാണ് ഒന്ന് പോണത്. ഈ വീഡിയോ മൊത്തത്തിൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇത് മൊത്തം ഉണ്ട്. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകും, കാരണം മൊബൈലൊന്നും അത്ര വലിയ ക്ലാരിറ്റി ഉള്ള മൊബൈലല്ല. അത് പിന്നെ കാറിലാണ് പോണത്, അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ അത് പ്രതിഷേധം എൻ്റെ സുഹൃത്തുക്കളുടെ എൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ പ്രതിഷേധം ഈ വീഡിയോയിലൂടെ ഞാൻ ഈ നാടിനെ അറിയിക്കുകയാണ്, ഈ നാട്ടുകാരെ അറിയിക്കുകയാണ്, പുറത്തെ നാട്ടുകാരെ അറിയിക്കുകയാണ്. ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. കുറേ ആളുകൾ എന്നോട് പറഞ്ഞു, കുറേയേറെ ആളുകൾ എന്നോട് പറഞ്ഞു ഒന്നും കൂടെ വീഡിയോ ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിട്ടൊന്നല്ല. പിന്നെ പാലച്ചോട് മുതൽ പുത്രങ്ങാടി വരെ റോഡ് നന്നാക്കി ഞാൻ വീഡിയോ ചെയ്തിട്ടൊന്നല്ല. അതിലൊന്നും ഒരു ക്രെഡിറ്റും വേണ്ട. അതൊക്കെ വേറെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു, അതിന് ഫണ്ട് പാസ്സായി, അത് ചെയ്തു. ഇതിപ്പം മിഞ്ഞാന്ന് ഒരു ഇത് വന്നിട്ടുണ്ട്, ടോക്കൺ. ഈ 12 തവണ MLA അവിടെ പോയി പറഞ്ഞു. 12 തവണ എന്തോ അതിന് കൃത്യമായിട്ട് കാര്യമില്ല, നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച ചെയ്യാനുള്ള പിന്നെ അറിവും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഞാൻ പറയാം, 12 തവണ സംസാരിച്ചു, ഇതുവരെ ഒന്നും ആയിട്ടില്ല. എന്താണിത്? നമ്മളെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവും ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് 12 തവണയൊക്കെ അവിടെ പോയി സംസാരിക്കണം. 12 തവണയൊക്കെ എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാര് എന്തിന്? കുറേ വിഡ്ഢികളായ മനുഷ്യന്മാർ, ഞാൻ അടക്കമുള്ളവരാട്ടോ. ഞാൻ കൂട്ടിയിട്ടുണ്ട്, ഇന്നിൻ്റെ കൂടെയുള്ളവരെയൊക്കെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഈ റൂട്ടിൽ ഓടുന്ന സകല ആൾക്കാർക്കും അത്യാവശ്യം പിന്നെ വിഡ്ഢികളാണെന്നൊക്കെ പറയാനുള്ളത്, ഒറ്റടിക്ക് പറയാനുള്ളത്. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല, ഇതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവൾ ഇതിനേക്ക് നല്ല കമൻ്റ് എഴുതി നിങ്ങൾക്ക് നിങ്ങളെ അനുഭവം ഈ പിന്നെ വാട്സപ്പിലൂടെ അറിയിക്കി. നിങ്ങളുടെ ഈ അനുഭവം, ഈ റൂട്ടിലൂടെ പോയിട്ട് ഇന്ന് സംഭവിച്ചു, ഈ റൂട്ടിലൂടെ പോയിട്ട് എൻ്റെ ആക്സിൽ ഒടിഞ്ഞു, എൻ്റെ വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു, ടയർ പൊട്ടി, എന്താണോ പറയാനുള്ളത് വെച്ചാൽ പറയും, എഴുതി വിടി, ജനങ്ങൾ അറിയട്ടെ. ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കി, ആരെങ്കിലുമൊക്കെ കാണട്ടെ. കുറേ ആളുകൾ എത്തേണ്ടടുത്ത് എത്തട്ടെ. ഇപ്പം ഇത്രേ പറയാനുള്ളൂ, എത്തേണ്ട സ്ഥലത്ത് എത്തട്ടതാ. കുറുപ്പത്ത സ്റ്റേഷൻ പഠിക്കെത്തിയുള്ളത്. സ്റ്റേഷൻ പഠിക്കേണ്ട അവസ്ഥ എന്താ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയണ്ട. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഈ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞുതരാം, റോഡിൻ്റെ അവസ്ഥ പറഞ്ഞുതരാം. സ്റ്റേഷൻ പടി പോലീസ് സ്റ്റേഷൻ്റെ ജംഗ്ഷനാണ് കാണുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പാലച്ചോട് വരെ എത്തി കിട്ടുമ്പോൾ സകല നീർച്ചക്കാരും വിളിക്കും. അതാണ് അവസ്ഥ. അതാ ജംഗ്ഷനാണ് ഈ കാണുന്നത്, മലപ്പുറം റോഡ് നേരെ ജംഗ്ഷനാണ് കാണുന്നത്, പോലീസ് സ്റ്റേഷനാണ് മുന്നിലുള്ളത്. ആ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊക്കെ അവസ്ഥ എന്താ? പൊടി പാറിയിട്ട് അത് കുറച്ച് കോറി വേസ്റ്റ് ഇട്ടുങ്ങാണ്ട് കുറേ തള്ളിപ്പോയി. അന്ന് കുറച്ച് കാലമൊക്കെ നല്ല രസമായിരുന്നു. വെയിറ്റിങ്ങിലാണ് വണ്ടി. ഇതിൻ്റെ ബാക്കിലൊക്കെ 10, 20, 30 കൊല്ലം മുമ്പാണ് 1 മണിക്കൂർ വളാഞ്ചേരി എന്ന റൂട്ടിലേക്ക് 1 മണിക്കൂർ പിന്നെ സമയമുള്ള ബസ്സുകൾ ഇറങ്ങിയത്. ഇന്നും അതിന് അതേ സമയമാണ്. എത്ര പിന്നെ ഇത് കൂടി, എത്രയും പിന്നെ വാഹനങ്ങൾ കൂടി, എത്ര തിരക്ക് കൂടി, ആളുകൾ കൂടി, ഇതൊക്കെ കൂടിയാലും ആ സമയം എപ്പോഴും ഉള്ളത്. സമയത്തെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കണില്ല. എന്നാലും ഞാൻ പറയാം, 34 മിനിറ്റ് കൊണ്ട് പെരുന്തൽമണ്ണ എടുത്ത വണ്ടി ഇവിടെ നിന്ന് തിരിയണം എന്നുള്ള സമയമാണ്. ആ സമയത്ത് എന്താവണം? ആ സമയത്ത് എവിടെ എത്തണം? എവിടെ എത്തൂല. അത് അവിടെ നിന്നൊക്കെ ചാടി മറിഞ്ഞ് ചാടിയിട്ട് അവിടെ എത്തി കിട്ടുമ്പോഴത്തിന് പൊന്നാര മക്കളെ ഒന്ന് കണ്ടിട്ട് ഈ സംഭവം ഒന്ന് ഷെയർ ചെയ്യേ. ഇക്ക് റീച്ച് കിട്ടാനില്ല, ഇക്ക് റീച്ച് എങ്ങനെയല്ലേ കിട്ടിക്കോളൂ, ഞാൻ എന്തെങ്കിലും കാട്ടി കിട്ടിച്ചോണ്ട്. ഇതൊന്ന് കാണട്ടെ, നമ്മുടെ ദയനീയ അവസ്ഥ, നമ്മുടെ നാട്ടുകാരുടെ അവസ്ഥ. നമ്മുടെ നാട്ടുകാർ ഇത്രയും കുണ്ടും കുഴിയും ചാടിയിട്ടാണ് ഈ റൂട്ടിലൂടെ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങളൊന്ന് അറിയട്ടെ. അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഇതിന് നമുക്ക് റീച്ച് കിട്ടുമെന്നാണ് കണ്ട് കണ്ണും പീറ്റി കാര്യമില്ല. പണ്ടൊരു പരസ്യം വന്നപ്പോൾ, യൂട്യൂബിൽ പരസ്യം വന്നപ്പോൾ ഒരുത്തം മാത്രമേ ഞാൻ കണ്ടിട്ട് അങ്ങനെ പിന്നെ അനക്ക് പൈസ കിട്ടണ്ട അറിയാണ്ട് കണ്ണും പിരുന്നു. അതിലൊന്നും ഒരു കാര്യമില്ല. കാണേണ്ടത് കാണിച്ചു കൊടുക്കന്നെ വേണം. പറയേണ്ട സമയത്ത് പറയേണ്ടടുത്ത് പറയണം. കാണിക്കേണ്ടത് അതേപോലെ കാണിച്ചു കൊടുക്കണം. ഒന്നും ഉണ്ടായിട്ട് പറയില്ല. ഇക്ക് ആരോട് ഒരു എതിർപ്പില്ല, ഒരു ഒന്നുമില്ല. ഏത് പാർട്ടിയായാലും എന്തായാലും എങ്ങനെയായാലും ഒക്കെ കണക്കാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ച, ഇത്രയും കാഴ്ച ഒന്നും ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. 25 മിനിറ്റിൻ്റെ ഒരു വീഡിയോസ് ആരും ചെയ്തിട്ടില്ല. ഈ റൂട്ട് ഫുള്ളായിട്ട് ആരും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യാന്നുള്ള ക്രെഡിറ്റിന് വേണ്ടിയിരുന്നല്ല. ഇതൊന്ന് കാണട്ടെ.
ഒരു കഷ്ണം പോലും കട്ടിങ് ഇല്ലാതെയാണ് ഈ റൂട്ട് കംപ്ലീറ്റ് നമ്മൾ ഓടി തീർത്തത്. ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്താണ്. ഇത് ഓണപ്പട പമ്പിൻ്റെ മുന്നിലുള്ള അവസ്ഥ എന്താ? ഓണപ്പട ഇന്ത്യൻ ഓയിൽ പമ്പിന് മുന്നിലുള്ള അവസ്ഥ എന്താ? എത്രയോ വർഷങ്ങളായി ഈ റോഡിൽ കുറച്ച് മണ്ണ് കൊടുത്തിട്ടിട്ട് എത്രയോ വർഷങ്ങളായി ചാടി മറിഞ്ഞത്. അവിടുന്ന് ബ്ലോക്കാണ്. ഇത് എപ്പോഴാണ്? വൈകുന്നേരം 4 മണി സമയത്താണ് ഇപ്പോൾ ഈ ബ്ലോക്ക്. 4-5 മണി സമയത്താണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ നിൽക്കുക വണ്ടികൾ, വെറുതെ നിൽക്കുക. കാരണം ഒരു പാകില്ല, മുന്നിലേക്ക് പോകാൻ വയ്ക്കണ്ടേ. എത്ര വലിയ വണ്ടിയായിട്ടും കാര്യമില്ല, എത്ര ചെറു വണ്ടിയായിട്ടും കാര്യമില്ല, നമുക്ക് പോകാൻ കഴിയില്ല. പമ്പിൻ്റെ മുന്നിലാണ് ഈ അവസ്ഥ. പമ്പ് അവിടെ ടയർ സോളിങ്ങിൻ്റെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ മുമ്പിലാണ് ഈ അവസ്ഥ. ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ആളുകൾ പോകുന്നത്. എന്നിട്ട് ഇവിടെ AI ക്യാമറയും കൊണ്ടുകൊണ്ട് പണ്ടാറാക്കിക്കണം. എന്നിട്ട് അതിന് കുറേ വണ്ടിയും വലിയ അതും. അതിൻ്റെ ഇടയിൽ കൂടെ ആ പാലൊന്ന് പൊട്ടി. അതിൻ്റെ ഇടയിലൊരു പാലം, അതിന് മുന്നിലുള്ള ഈ കാറിന് മുന്നിൽ കാണുന്ന ഒരു പാലം പൊട്ടി. അത് എത്രയോ ദിവസങ്ങൾ വെച്ചെങ്ങാണ്ട് അത് ഇപ്പോൾ അതാ 1 സൈഡ് പിന്നെ കുണ്ടും ഒക്കെ തീർത്ത് കോൺക്രീറ്റ് ചെയ്തു, 2ാമത്തെ ഭാഗം കോൺക്രീറ്റ് ചെയ്തു. ഒന്നും വിമർശിക്കേണ്ടത് വിമർശിക്കണം. വിമർശിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വിമർശിക്കന്നെ വേണം. പറയേണ്ടത് നമ്മൾ പറയേണ്ടടുത്ത് പറയേണ്ട സമയത്ത് പറയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കോലത്തിലായത്. നമ്മളെ നാട്ടുകാർ ഈ കോലത്തിൽ ഓണപ്പടയിൽ കയറുക. ഓണപ്പടൻ്റെ ഒക്കെ അവസ്ഥ എന്താ അറിയോ? എത്രയോ കടകൾ ഈ റൂട്ടിൽ പൂട്ടി, എത്രയോ സ്ഥിരമായിട്ട് ഓടുന്ന ഓട്ടോ ആളുകൾ ഒക്കെ നിർത്തിപ്പോയി ഈ റൂട്ടിൽ. എത്ര കടകൾ പൂട്ടി ഇവിടെയൊക്കെ, എത്രങ്ങാനും കടകൾ പൂട്ടിയെന്ന് ഈ ഭാഗത്തൊക്കെ കടകൾ എടുത്തു വെച്ചു. പൊടി പാറിയിട്ട് അമ്മാരി പൊടിയോണ്ട് പൊടി. ഈ എംസാൻഡിൻ്റെ പൊടി ഇങ്ങനെ പാറിയിട്ടുണ്ടെങ്കിൽ എത്ര കാലം നിൽക്കുക ഇവിടെ ആളുകൾ? അപ്പോൾ അതാണ് അവസ്ഥ. അതാ പെരുന്തൽമണ്ണ റോഡിന് ഓണപ്പാന്ന് പെരുന്തൽമണ്ണ റോഡിന് നമ്മൾ കയറുകയാണ്. ഇത്രയും കൂടുതൽ ഇത് 25 മിനിറ്റോളം ഞാൻ നിന്ന് പറയാണ്. എന്നാലും വേണ്ടില്ല, ജനങ്ങൾ അറിയട്ടെ എന്ന് കരുതിങ്ങാണ്ട്, നാട്ടുകാരറിയട്ടെ, പുറത്തുള്ള ആളുകൾ അറിയട്ടെ ഈ നാടിൻ്റെ അവസ്ഥ. ഈ നാട്ടുകാരോട് ഈ പിന്നെ അധികാരികൾ ചെയ്യുന്ന ഈ ഒരു ശോചനീയാവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെയ്യുന്നൊരു ഒരു പ്രശ്നം ജനങ്ങളറിയട്ടെ, നാട്ടുകാരറിയട്ടെ, മറ്റുള്ളവരറിയട്ടെ. ഇത് ആർക്കും ചെറിയ തോർത്തോളി. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ കോൺടാക്റ്റ് ആവില്ല നിങ്ങൾക്ക്, നിങ്ങളെ കോൺടാക്റ്റ് ആവില്ല എനിക്ക്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങളെ കോൺടാക്റ്റുള്ള ആൾക്കാർക്ക് ഈ റൂട്ടൊന്ന് കാണിച്ചു കൊടുക്കി. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, അത് സർവ്വസാധാരണയാണ്. വണ്ടി പോകുമ്പോഴൊന്നും ക്ലാരിറ്റി കിട്ടൂല, നമ്മളിങ്ങനെ ഓരോന്നും എടുത്ത് ഫോക്കസ് ചെയ്ത് പിടിക്കല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. വിട്ടൊടുക്കി, ഷെയർ ചെയ്ത് കൊടുക്കി, ഓര് കാണട്ടെ. ഈ ഭാഗത്ത് ഇഷ്ടം പോലെ വലിയ ആളുകളായിട്ട് ബന്ധമുള്ള ആളുകളുണ്ട്. ഓർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കി, ഓരൊന്ന് കാണട്ടെ, ഒന്ന് വിലയിരുത്തട്ടെ. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകണമെന്നുള്ളതൊന്ന് വിലയിരുത്തട്ടെ. കൃത്യമായിട്ട് പറയാണ്, ഒന്നും ഉണ്ടായിട്ടുമല്ല, തെളിവാണ് ഈ റോഡിന് മുന്നിൽ കാണുന്നത്. ചില സ്ഥലത്തൊക്കെ വലിയ കുഴപ്പമില്ല, ചില സ്ഥലത്തൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ ആ പണി എടുത്തോടത്തോളം 2 അടി 1.5 അടിയൊക്കെ പൊക്കിയിട്ടാണ് പണിയെടുക്കുന്നത്. അത് ഞാൻ സന്തോഷത്തോടു കൂടി നമ്മളാ സുഹൃത്തുക്കളെ അറിയിച്ചു. വളരെ ഹാപ്പി ആയിട്ടുണ്ട്, നല്ല അടിപൊളി റോഡായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അത് ചെയ്തു. അത് ചെയ്യണമല്ലോ, കാരണം നമ്മൾ വെറും തെറ്റ് മാത്രം ചൂണ്ടിക്കാണിച്ചാൽ പോലെ, ശരി കണ്ടാലും ചൂണ്ടിക്കാണിക്കണം. നന്നായതും നമ്മൾ നന്നായി എന്ന് തന്നെ പറയണം. ഇപ്പോൾ അതാ പുതിയ ഓഡിറ്റോറിയത്തിന് ഫ്രണ്ടിലാണിത്. ഫുള്ള് കച്ചറ തന്നെ. ചാടി പോയിട്ട് ഇപ്പോൾ റോഡിൽ കൂടെ അല്ല വണ്ടി പോകുന്നത്, റോഡിൻ്റെ അപ്പുറത്ത് കൂടിയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൽക്കൂടിയൊക്കെ വണ്ടി ചാടി മറിഞ്ഞിട്ടാണ് പോണത്. ഇപ്പോൾ മാലറമ്പക്ക് നമ്മൾ കയറുകയാണ്, ഓണപ്പട കഴിഞ്ഞു. ഇത് ആ വണ്ടിയൊക്കെ വെങ്ങാടുന്നതിൻ്റെ മുന്നിൽ കയറുന്ന വണ്ടിയാണിത്. അത് ഇപ്പോഴാണ് പോകണം. കാരണം ഞാൻ പതുക്കെ പോവല്ല, ഇങ്ങനെ പോകാൻ പറ്റൂ ഈ റോഡിലൂടെ. ഈ മഹാന്മാർ ഒക്കെ ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന റോഡിലൂടെ ഇങ്ങനെ നമ്മളെ പാവപ്പെട്ട പ്രജകൾക്ക് പോകാൻ പറ്റൂ. ഇതിൻ്റെ അപ്പുറം പോകാൻ കഴിയില്ല. ഇങ്ങനെ പറ്റൂ, ഇങ്ങനെ പോയാൽ മതി. മറ്റുള്ളവരൊക്കെ ഏതെങ്കിലും ഗ്രൂപ്പിൽ റൂട്ടിലൂടെ പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാള് പിന്നെ ഒരു മന്ത്രി വന്നിട്ട് മന്ത്രി ഇങ്ങനെ പോയി, എങ്ങനെ കൊളത്തൂരിൽ നിന്ന് പടപ്പറം പോയി, പുഴക്കാട്ടിൽ കടുങ്ങോരം വഴി പെരിന്തൽമണ്ണക്ക് പോയി. എന്താ ഇങ്ങനെ വിടായതു? അങ്ങനെ തന്നെ വിടണം. കാര്യപ്പെട്ട ആൾക്കാരൊക്കെ ഇപ്പം നവകേരളൻ്റെ ബസ് വന്നു, ബസ് എന്താ ഇങ്ങനെ വിടായത്? ഇങ്ങനെ വിടേണ്ടിയിരുന്നു. എങ്ങനെ വിടേണ്ടത്? ആ ബസ്സൊന്ന് പോട്ടെ. ചാടി മറിഞ്ഞ് പോകുമ്പോൾ ഓർക്ക് മനസ്സിലാവും ഈ റോഡിൻ്റെ അവസ്ഥ. പഴയ കാലത്തൊക്കെ നല്ല സുഖമായിരുന്നു. മലബാർ ഏരിയ, നമ്മുടെ ഏരിയയൊക്കെ നല്ല അടിപൊളി റബ്ബറൈസ് റോഡായിരുന്നു. മറ്റുള്ള നാട്ടുകളിൽ ഇല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലൊക്കെ നല്ല റബ്ബറൈസ് റോഡുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മളെ നാട്ടിൽ ഇപ്പോൾ റബ്ബറൈസ് റോഡ് വരുന്നില്ല? നിങ്ങൾക്ക് അറിയാവുന്നത്, നിങ്ങളെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ, ഞാൻ ചെയ്ത ഈ വീഡിയോസിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റമുണ്ടെങ്കിൽ, കുറവുണ്ടെങ്കിൽ, നല്ലതുണ്ടെങ്കിൽ, പോസിറ്റീവായാലും വേണ്ട നെഗറ്റീവായാലും വേണ്ട, നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ പിന്നെ അധികാരികളോട് അറിയിക്കാനുള്ളത്, അവരോട് കമൻറ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഈ വീഡിയോ ഒരുപാട് ഷെയർ ചെയ്ത് പോകും, നിൽക്കറിയാം. ഈ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തും, നിൽക്കറിയാം. അപ്പോൾ അവർ എന്തായാലും കമൻറ്റ് നോക്കും, ആരൊക്കെ എന്തൊക്കെ കമൻറ്റ് ഒന്ന്. ഒരു കമൻറ്റ് ഇല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് ഈ റോഡ് ഇങ്ങനെ ആയതിൽ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് അധികാരികൾ അറിയുക. അതല്ല വേണ്ടത്, അറിയണം. ജനങ്ങളെ അറിയിക്കൽ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്.
ജനങ്ങളെ അറിയിക്കണം. ജനങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇതിൻ്റെ എത്തേണ്ടോടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എത്തണം എന്നുള്ളത് നമ്മളൊരു ആഗ്രഹം ആയതുകൊണ്ടാണ്, നമ്മുടെ ഒരു ആവശ്യം ആയതുകൊണ്ടാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യം, എൻ്റെ സ്വന്തമുള്ള ആവശ്യം എന്നല്ല. ഈ റോഡ് നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഈ വളാഞ്ചേരി പെരുന്തണ്ണ റോഡിനോട്, ഈ ഒരു ഏരിയനോട് ഇത്ര വലിയ അനാസ്ഥ കാണിക്കുന്നത്? എന്തുകൊണ്ട് ഈ റോഡ് ഇത്രയും നല്ല അടിപൊളി നല്ല വിശാലമായ റോഡ്, ഇത് ഈ മാലറമ്പ് വളവാ കണ്ടോ, എന്തെല്ലാം അടിപൊളിയായിട്ട്. ചില ആളുകൾ, ഞാൻ ഇപ്പോൾ അതിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളല്ലേ, നമുക്കറിയാം ഈ റോഡ് സൈഡിലൊക്കെ നിങ്ങളുടെ ആൾക്കാർ സെൽഫി എടുത്തിരുന്നു. അടിപൊളി ലൊക്കേഷനല്ലേ. എന്തൊക്കെ ചെയ്യുക ഈ സൈഡിലൊക്കെ, ഈ വലത്തെ സൈഡിൽ, എൻ്റെ ഈ വലത്തെ ലോറി വരുന്ന വലത്തെ സൈഡിൽ എന്തൊക്കെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ ചെയ്യാം. അടിപൊളിയൊരു കട്ടൊക്കെ വിരിച്ചങ്ങാണ്ട് അവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാം. വയനാട് ചുരന്മാർ ചെറിയൊരു വളവൊക്കെയാണത്, വളവും തിരിവും വലിയ കുണ്ടും കുഴിയൊക്കെ ഉള്ളൊരു വലിയ സംഭവമാണത്. അപ്പോൾ അതൊക്കെ എന്തെല്ലാം ചെയ്യാം അവിടെയൊക്കെ. കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ നാട് നന്നാക്കുക എന്നുള്ളത് നമ്മളെ ആവശ്യമല്ലേ. നമ്മുടെ നാട് നന്നാക്കിക്കുക എന്നുള്ളത് നമ്മളെ ആവശ്യമാണ്. നമ്മളിതൊക്കെ പറഞ്ഞ് ചെയ്തു കൊടുക്കുക നല്ലത്. ഇപ്പം നമ്മളെ പാലച്ചോട് നമ്മൾ ചോലവളവെത്തി, ആ കയറ്റം കയറി ചോലവളവെത്തി. ഇവിടെയൊക്കെ ഉള്ള വലിയ കുഴികളുണ്ട്. രാത്രിയൊക്കെ വന്ന് എത്ര ആക്സിഡൻറ്റ്, എത്ര ഹോസ്പിറ്റലുകൾക്ക് പോകുന്നു. MES, EMS, അൽഷിഫ, മൗലാന, അങ്ങനെ എത്ര ഹോസ്പിറ്റലുകൾക്ക് ഏതെല്ലാം ഭാഗത്തു നിന്ന് ആംബുലൻസ് വരുന്നു. ആംബുലൻസിനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിരുന്നു. ആംബുലൻസിൻ്റെ തൊഴിലാളികൾ, ആംബുലൻസിൻ്റെ ആളുകൾ എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഈ റോഡിനെ കുറിച്ചിട്ട്. അതായത് അറ്റാക്കൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ആൾ മരിച്ച് 3-ൻ്റെ അന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തൂല. അത്രയും ബുദ്ധിമുട്ടാണ് ഈ റോഡിലൂടെ എത്തണമെങ്കിൽ. ഇപ്പോൾ അടുത്ത എൻ്റെ ഒരു സുഹൃത്ത് ആംബുലൻസ് ഡ്രൈവറുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്. എന്താണ് നമ്മളൊക്കെ ഒരു അറ്റാക്കുള്ള ഒരു ആളായിട്ട് പോയിട്ട് നമ്മളത് സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് അയാൾ മരണപ്പെട്ടു പോയി. കാരണം ഈ റോഡിലൂടെ എത്തുന്നില്ല. എത്ര ജീവനുകൾ കൊണ്ടാണ് ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾ ഇതിലൂടെ അതിവേഗം കടന്നു പോകേണ്ടത്. അങ്ങനത്തെ റോഡല്ലത്. എത്ര ഹോസ്പിറ്റലുകളില്ലേ, വളാഞ്ചേരി, പൊന്നാനി, ഇവിടുന്നൊക്കെ ഭാഗത്ത്, തിരൂർ ഭാഗത്തു നിന്നൊക്കെ MES പോലുള്ള അല്ലെങ്കിൽ അൽഷിഫ പോലുള്ള, മൗലാന പോലുള്ള റോഡുകളിലേക്ക് വാഹനങ്ങൾ വരുന്നില്ലേ, ആംബുലൻസ് വരുന്നില്ലേ. പ്രൈവറ്റായ വാഹനങ്ങളിൽ രോഗികളെ കൊണ്ട് ഒരു ജീവന് വേണ്ടിങ്ങാണ്ട് പടപ്പിച്ച് വരുന്ന ആളുകളില്ലേ. ഈ കുണ്ടിലും കുയിലും ചാടിങ്ങാണ്ട് ഈ ആളവിടെ എത്തുന്നില്ല. എങ്ങനെ കട്ടീനൊരു പരിധിയില്ലേ. അപ്പം എന്തായാലും ഏതായാലും എന്ത് ചെയ്യുക, ഒന്ന് ദയവ് ചെയ്തിട്ട് ഈ റോഡൊന്ന് നന്നാക്കി തരി. ദയവ് ചെയ്തൊന്ന് നന്നാക്കി തരി. ജനങ്ങളെ ദയവ് ചെയ്ത് കണ്ടൊന്ന് ഇതിനു വേണ്ടി ഒന്ന് പ്രതികരിക്കുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേ. നമ്മൾ എന്തിനും ന്യായീകരിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് അങ്ങനെ ആവുകൊണ്ടാണ്, അത് ഇങ്ങനെ ആവുകൊണ്ടാണ്, അത് അങ്ങനെ ആവുകൊണ്ടാണ്, ഇങ്ങോട്ടാവുകൊണ്ടാണ്, ഇങ്ങോട്ട് പറഞ്ഞാണ്ട് വെറുതെ പറയുന്ന ആളുകളില്ലേ. ഇതൊന്നും നോക്കാതെ നമ്മുടെ നാടിന് വേണ്ടിങ്ങാണ്ട് നമുക്കൊരു ഗതാഗതം വേണം. അത് കൃത്യമായിരിക്കണം. വലിയ കുണ്ടും കുഴിയാണ് പ്രശ്നം. ചെറിയ കുണ്ടും കുഴിയൊന്നും പ്രശ്നമില്ല. അത്രയും അങ്ങെത്തിയിട്ടാണ് നമ്മൾ ഈ പറയണത്, കൃത്യമായിട്ട് ഈ പറയണത്. ഒന്ന് പ്രതികരിക്കുക. എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യ്. അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകളെ കൂടെ നിൽക്കി. അതെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിൽക്കി. ചെയ്യുന്ന ആളുകൾ, ഇപ്പം നമ്മളെപ്പോലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരെ കൂടെ ഒന്ന് നിൽക്കി, ഒന്ന് ഷെയർ ചെയ്ത് കണ്ട് ആളുകളിലേക്ക് എത്തിക്കുക. ഈ ഇവിടെയൊക്കെയുള്ള കുഴി എന്താണ്, ഇപ്പോൾ പാലച്ചോടെത്താറായി, അവിടെയൊക്കെയുള്ള കുഴി എന്താണ്. സത്യം പറഞ്ഞൊരു ഓട്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ മേലെ കൂടെ വേറെ വണ്ടി പോകും. ബൈക്കൊക്കെ വീണ് എത്ര ആക്സിഡൻറ്റ്, നമുക്കറിയാവുന്ന ആക്സിഡൻറ്റ് ഇവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ പോയി വീണിട്ടുണ്ട്, പരിക്ക് പറ്റിയിട്ടുണ്ട്, ആളപായം സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ റൂട്ടുകളിലും ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കി. മറ്റുള്ളവർ കാണട്ടെ, ഈ റോഡിൻ്റെ അവസ്ഥ മറ്റുള്ളവരെന്ന് അറിയട്ടെ. എന്താ പാലച്ചോട് ടൗണിലേക്ക് എത്തി, ഏകദേശം 25 മിനിറ്റോളം പിടിച്ചു. ഈ പാലച്ചോട് ടൗണിലെത്തിയപ്പോൾ 25ഓളം മിനിറ്റോളം പിടിച്ചിട്ടുണ്ട് നമുക്ക്. 25 മിനിറ്റ് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ, തുച്ഛമായ കിലോമീറ്റർ ഉള്ളൂ അവിടെ എത്തിപ്പെടാൻ. ബസ്സൊക്കെ വരുന്ന അവസ്ഥ എന്താ കാരണം, എന്നിട്ട് ബസ് ഓവർ സ്പീഡാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതാ പാലച്ചോടെത്തി, നല്ല റബ്രേസ്, നമ്മളെ മറ്റേ ഫസ്റ്റ് കോട്ട് അടിച്ച റോഡിലേക്ക് കയറി. വളരെ മനോഹരമായ റോഡാണ്, നമുക്കൊന്നും പറയാനില്ല. നല്ല റോഡ്. അതിൻ്റെ സെക്കൻഡ് കോട്ട് അടിക്കാണ്ട്, ഇത് സെക്കൻഡ് കോട്ട് അടിച്ചിട്ടില്ല. അപ്പം നിർത്തി വെച്ച് പോയി. ഇനി ബാക്കി ഫണ്ട് കിട്ടിയിട്ട് കൊടുത്തറ സെക്കൻഡ് കോട്ട് അടിക്കൽ. പഠിച്ചോനെ എന്താ അവസ്ഥ? ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഒരിക്കൽ കൂടി പറയുന്നു, പ്രതികരിക്കൂ, പ്ലീസ് പ്രതികരിക്കൂ.